നിങ്ങൾ നല്ലൊരു ലീഡറാണോ? അല്ലെങ്കിൽ നല്ലൊരു ടീം മെമ്പറാണോ? ഞാൻ ഏത് ഒരു കോർപ്പറേറ്റ് ഔട്ട്ബൗണ്ട് ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോഴും എന്നോട് ചോദിക്കുന്നവരാണ്, നമുക്ക് സാർ എങ്ങനെ നമുക്കൊരു ലീഡർ ആകാം അല്ലെങ്കിൽ ഒരു നല്ല ടീം മെമ്പർ ആകാം? ഞാൻ അവരോടെല്ലാം സ്ഥിരമായിട്ട് പറയുന്ന ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ നയിക്കുന്നതിന് മുന്നേ നമ്മൾ നയിക്കുന്നത് നമ്മളെ തന്നെയാണ്. സെൽഫ് ലീഡർഷിപ്പ് എന്ന് പറയും. ഇപ്പോൾ കോർപ്പറേറ്റ് ബോർഡ് റൂമിൽ ഒരു സ്ട്രാറ്റജിയാണ് അവരെ ഒരു ലീഡർ ആക്കുന്നത്. പക്ഷേ നമുക്ക് സെൽഫ് ലീഡർഷിപ്പ് വരണമെന്നുണ്ടെങ്കിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ മടി പിടിച്ച് കിടക്കുന്നിടത്തു നിന്ന് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജോലി കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നിടത്ത് നമ്മുടെ ലീഡർഷിപ്പ് തുടങ്ങുകയാണ്. ഇതിന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ IO സൈക്കോളജി പഠിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നവരുണ്ട്, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ബോഡി മൈൻഡ് ഒരു കണക്ഷൻസ് വരണം. ഇവർ തമ്മിലുള്ള ഒരു ടീം വർക്ക് ആണ് നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ റെസ്പോൺസിബിൾ ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൈൻഡും ബോഡിയും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ ഒരു ടീം വർക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ലീഡർഷിപ്പിന്റെയും ടീം ബിൽഡിങ്ങിന്റെയും ക്ലാസ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം നിങ്ങളുടെ ടീം വർക്ക്, അല്ലെ നിങ്ങളുടെ ബോഡിയും മൈൻഡും തമ്മിലുള്ള ടീം വർക്ക് നടക്കുന്നുണ്ടോ, നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളൊരു നല്ല ലീഡർ ആണെന്ന് ഞാൻ പറയും. താങ്ക് യു.